നമസ്കാരം. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് എത്തിയതോടുകൂടി കോൺഗ്രസിലെ തമ്മിലടി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൂചനകൾ മുന്നോട്ട് വെച്ച് വാർത്തകൾ ദൃശ്യമാധ്യമങ്ങൾ നേരത്തെ തന്നെ നൽകിയതുമാണ്. അതിനെയൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ ഇന്നത്തോടുകൂടി ആ ഒരു കഥ മാറുകയാണ്. കാരണം കോൺഗ്രസിൽ അസ്വാരസ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ തന്നെ നടത്തിയിരിക്കുകയാണ്. തന്നെ മാറ്റിയതിൽ താൻ അസംതൃപ്തനാണ്, അതിന് പിന്നിൽ ചില നേതാക്കൾ കളിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അത് ആരൊക്കെയാണ് അതിന് പിന്നിൽ കളിച്ചത് എന്ന് അദ്ദേഹം പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് VD സതീശിൻ്റെയും ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും എതിരെയാണ് ഈ ഒരു കുന്തമുന, അദ്ദേഹം തൊടുത്തുവിടുന്ന കുന്തമുന പോകുന്നത് എന്ന് ഉറപ്പാണ്. അത്തരത്തിൽ VD സതീശനും K. സുധാകരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു വാർത്താ സമ്മേളനം വിളിച്ച സമയത്ത് നേരം വൈകിയെത്തിയ VD സതീശനെ ഒരു അശ്ലീല പദം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അഭിസംബോധന ചെയ്യുകയും പിന്നീട് അത് കളിതമാശ പോലെ അവർ ചിരിച്ച് തീർക്കുകയും ചെയ്തെങ്കിലും അന്ന് മുതൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നു, പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് വാർത്താ സമ്മേളനത്തിൽ ആര് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്കുകൾ തള്ളിമാറ്റിയ കാഴ്ച നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടു. എന്നാൽ ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് K. സുധാകരൻ തന്നെ സമ്മതിക്കുന്നു. അത്തരത്തിൽ തന്നെ മാറ്റിയതിൽ തനിക്ക് അതൃപ്തിയുണ്ട്. KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും തനിക്ക് അവസരം നൽകാമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫിൻ്റെ തലയിൽ തൊട്ടുകൊണ്ട് അനുഗ്രഹമൊക്കെ നൽകിയെങ്കിൽ പോലും അതൊക്കെ തന്നെ ഒരുതരം നാടകമായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇന്ന് K. സുധാകരൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിൽ കൂടുതൽ സജീവമായി മുന്നോട്ട് പോവും എന്ന കാര്യത്തിൽ തർക്കമില്ല. പരസ്യ പ്രസ്താവനയ്ക്ക് താനില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. K. മുരളീധരൻ നേരത്തെ തന്നെ ചില നിലപാടുകൾ എടുത്തിരുന്നു. ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ നേരത്തെ K. സുധാകരനെ പിന്തുണച്ച ആളുകൾ ഇപ്പോൾ മൗനത്തിലാണ്. എങ്കിലും വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ ശാന്തതയാണ് ഇപ്പോൾ കോൺഗ്രസിൽ കാണുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.